കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രശ്നം വെക്കാൻ ഒരു മിക്കവരും പറഞ്ഞ കാര്യമാണ്, സാർ എല്ലാ കാര്യത്തിനും തടസ്സമാണ്. എന്തിനും തടസ്സം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാണ് തടസ്സം, ഭർത്താവിനാണ് ജോലിക്ക് പോകാൻ തടസ്സം, ഇപ്പം ഭാര്യയ്ക്കാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും പലവിധ മനപ്രയാസങ്ങൾ, ടെൻഷനുകൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നുള്ളതല്ല. പിന്നെ സമയദോഷം അനുസരിച്ചും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ആവും, പലവിധ ദോഷങ്ങൾ. ഇപ്പം നല്ലൊരു ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും. നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം 28 ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ തടസ്സമായാലും, എത്ര വർഷങ്ങളുള്ള തടസ്സങ്ങളായാലും നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടത്തേങ്ങയാണ്. രണ്ടാമത് ശർക്കര പൊടിച്ചതാണ്. മൂന്നാമത് കരിമ്പ്. നമ്മൾ അതിൽ ഒരു 4-5 ആവാം കൊട്ടത്തേങ്ങ എടുത്തിട്ട്, അതായത് വെള്ളം വറ്റിയ തേങ്ങയാണ് കൊട്ടത്തേങ്ങ എന്ന് പറയുക. അത് ചെറുതായിട്ട് പൂളണം. ചെറുതായിട്ട് പൂളിയിട്ട് കരിമ്പ് എടുത്ത് ഒരു 3-4 മുട്ട് കരിമ്പും എടുക്കുക. അതും തൊലിയൊക്കെ കളഞ്ഞ് ശുദ്ധവൃത്തിയായിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം 2 അല്ലെങ്കിൽ 3 ഉണ്ട ശർക്കര. ചെറുതാവുമ്പം നമുക്കൊരു 3 ആവാം, വലുതാണെങ്കിൽ 2 മതി. അത് വൃത്തിയായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇത് 3 സമ്മിശ്രമായിട്ട് കൂട്ടി വായു കടക്കാത്ത രീതിയിൽ ഒരു പാത്രത്തിൽ ആക്കി വെക്കുക. ശേഷം രാവിലെ നമുക്ക് ഒരു 4 ഇഷ്ടിക മതി. 4 ഇഷ്ടിക വെച്ചിട്ട് കട്ടി ഉള്ള ഒരു ബേസ് ബോർഡ് വല്ലതും വെച്ച് അരിമണ്ടയ്ക്ക് വേണം ഇഷ്ടിക വെക്കാനായിട്ട്. കുറച്ച് നനച്ച മണലും ഇടുക. നനച്ച മണലും ഇട്ട് ശുദ്ധമാക്കിയിട്ട് അതിൻ്റെ 4 മൂലയ്ക്കും, 4 മൂല വെച്ചാൽ എല്ലാവർക്കും അറിയാൻ ഉദ്ദേശിക്കുന്നു, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. പിന്നെ ഇനി 4 മൂലയും കൂടെ ഉണ്ട്. കിഴക്ക് തെക്കേ മൂല, തെക്ക് പടിഞ്ഞാറേ മൂല, പടിഞ്ഞാറ് വടക്കേ മൂല, വടക്ക് കിഴക്കേ മൂല. പിന്നെ മുകളിൽ താഴെ ഇത്രയും ഭാഗത്തോ മഹാഗണപതിയെ പ്രാർത്ഥിച്ച് ഓരോ പൂവിട്ട് ആ ഹോമകുണ്ടത്തിൻ്റെ വലത് ഭാഗത്തും ഗുരുക്കന്മാരെയും കാരണവന്മാരെയും സങ്കല്പിച്ച് ഓം ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞ് പൂവിട്ട് വലത്ത് ഭാഗത്തൊരു പറ്റുമെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച്, ഇല്ലെങ്കിൽ ഒരു മഞ്ചിരാവിനകത്ത് ഒരു വിളക്കായാലും അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിയെങ്കിൽ ഏറ്റവും നല്ല കാര്യം. കത്തിച്ചു വെച്ച ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും പെരുന്നാളും പറഞ്ഞിട്ട് 7 ആദ്യം വീട്ടിലോരോരുത്തരുടെയും പെരുന്നാളും പറഞ്ഞ് ആദ്യം ഒരു പൂള് ഹോമിക്കുക. ബാക്കി ഓം ഗണപതി നമഃ എന്ന് പറഞ്ഞ് ബാക്കി 6 പൂളും ഹോമിക്കുക. അങ്ങനെ 28 ദിവസം നമ്മൾ അടുപ്പിച്ച് ഹോമിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടാത്ത ഭാഗ്യമായാലും കിട്ടാനും, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്ര വലിയ തടസ്സമായാലും മാറിപ്പോവാനും വഴിവെക്കുന്നതാണ്. അപ്പം മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്തവർ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടാവുന്ന ഭാഗ്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ലോട്ടറി ഭാഗ്യമോ, ചിട്ടി ഭാഗ്യമോ, പൈസ കിട്ടാനുള്ളത് കിട്ടാനാവോ, എല്ലാത്തിനും വളരെ നല്ലൊരു ആചരണ രീതി. വീട്ടില് നമുക്കിപ്പോൾ ഈ രോഗവ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ലഘുവായിട്ട് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം മറ്റേ അശുദ്ധികളോ കാര്യങ്ങളോ ഉള്ളപ്പോൾ നമ്മളിത് ചെയ്യാൻ പാടില്ല. പുരുഷന്മാരാണ് ചെയ്യുന്ന രീതിയിൽ കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് ഈറിനോടെ വേറെ എങ്ങും സ്പർശിക്കാതെ വന്നിട്ട് വേണം ഈ പറഞ്ഞ നേരത്തെ അരിഞ്ഞു കൂട്ടി വെച്ച ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. 28ാമത്തെ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഗണപതി ഭഗവാന് ഒരു കരിക്ക് നിവേദിക്കുക. കരിക്ക് അവിടെ വെച്ച് ഭഗവാന് വേണ്ടി പൂവിട്ട് എല്ലാം അലങ്കരിച്ച് വെച്ചാൽ മതി. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് തേങ്ങയുടെ പൊങ്ങെന്ന് പറയും. അതായത് തേങ്ങ കിളിച്ച് വരുമ്പോൾ അകത്ത് ഉണ്ടാകുന്ന ഒരു സ്പോഞ്ച് പോലിരിക്കുന്ന അവസ്ഥയാണ് തേങ്ങാ പൊങ്ങം. അതും മൊത്തത്തിൽ അരിഞ്ഞിട്ട് ബാക്കി 28ാമത്തെ ദിവസം ബാക്കി ഇരിക്കുന്ന ദ്രവ്യങ്ങളോടൊപ്പം തന്നെ ഈ പൊങ്ങും നമുക്ക് ഹോമിക്കാവുന്നതാണ്. അതിനുശേഷം വസ്ത്രവും ദക്ഷിണയും കൊടുത്ത് ഏതെങ്കിലും ആചാര്യൻ്റെ ഒരു അനുഗ്രഹം, ഗുരുവെന്ന് സങ്കല്പിച്ചൊരു ആചാര്യൻ്റെ അനുഗ്രഹം കൂടെ വാങ്ങേണ്ടതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.